ഈ ചാനലുകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ന്യൂസ് പിന്നെ പ്രിന്റ് മീഡിയയുടെ കാലത്ത് തന്നെ ഇത് ആരംഭിച്ചു കഴിഞ്ഞു. ABC. അതായത് മലയാള മനോരമ പത്രം അവർ ഇതിൻ്റെ മണിക്കൂറിൽ 50,000 കോപ്പി അടിക്കാനുള്ള ഓഫ്സെറ്റ് സമ്പ്രദായം ഉണ്ടല്ലോ, അത് തുടങ്ങിയ സമയം വഴി കൂടുതലായിട്ട് അവർ കോപ്പികൾ അടയ്ക്കും. അവരുടെ സർക്കുലേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനേക്കാൾ കൂടുതലായിട്ട് കോപ്പികൾ അടിക്കുമായിരുന്നു. ഈ അടിച്ച ശേഷം ഇത് സൗജന്യമായിട്ട് ഒരുപാട് പേർക്ക് നൽകുമായിരുന്നു. ഞാനും ഒരു സൗജന്യം ഇങ്ങനെ പറ്റുന്ന ആളായിരുന്നു. ഏറെക്കാലം മനോരമയിൽ നിന്ന് പോന്നു കഴിഞ്ഞിട്ട് ഏറെക്കാലം എനിക്ക് സൗജന്യമായിട്ട് പത്രം കിട്ടുമായിരുന്നു. ഇപ്പം ഞാൻ പോയിട്ടില്ല, ആ ഭാഗത്തേക്ക് പോയിട്ടില്ല, ഇപ്പോഴും ഉണ്ടോ എന്നറിയില്ല. അങ്ങനെ ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ട് തന്നെ അടിച്ചു കൊടുക്കും. അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത്രയും സർക്കുലേഷൻ ഉണ്ട് എന്ന് അവർക്ക് കാണിക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഗുണം ഈ താരിഫിൻ്റെ റേറ്റ്, താരിഫ് കൂടുന്ന പരസ്യം കൂടുക മാത്രമല്ല അതിൻ്റെ റേറ്റ് സർക്കുലേഷനെ ഡിപ്പെൻഡ് ചെയ്താണ് അതിൻ്റെ റേറ്റ് കൂട്ടാം. അപ്പോൾ ഏറ്റവും കൂടുതൽ പരസ്യ നിരക്കുള്ള പത്രം അന്നും ഇന്നും മനോരമ തന്നെയാണ്. ഇതിന് മാതൃഭൂമിക്ക് ഒരു പ്രതിഷേധം ഉണ്ടായിട്ട് ഇടക്കാലത്ത് ആട് തിന്നുന്ന പത്രമല്ല ഞങ്ങളുടേതെന്നും പറഞ്ഞ് വലിയൊരു പരസ്യം, മനോരമയ്ക്ക് വലിയൊരു ചമ്മലുണ്ടാക്കിയ ഒരു പരസ്യമായിരുന്നു അത്. പക്ഷേ 1-2 ദിവസത്തിനപ്പുറം ആ പരസ്യം പോയില്ല, വഴിയരികിൽ പോസ്റ്ററായിട്ടും വന്നിരുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങളത് യഥാർത്ഥത്തിലുള്ള സർക്കുലേഷൻ, വ്യാജ സർക്കുലേഷനാണ് എന്നുള്ള ഒരു വാക്യം കൂടി അതിലുണ്ടായിരുന്നു. അത് മനോരമയ്ക്ക് വലിയ ക്ഷീണമുണ്ടാക്കി. അപ്പോൾ IANS വഴി അവരതിനെതിരെ പരാതി കൊടുത്തു, ഇന്ത്യൻ ആൻഡ് ഈസ്റ്റേൺ ന്യൂസ് പേപ്പർ സൊസൈറ്റി. അവിടെ ഈ പത്രങ്ങൾ തമ്മിൽ ഇങ്ങനൊരു കലഹം ഉണ്ടാവാൻ പാടില്ല. എങ്ങനെയായിരുന്നു നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി, ടോംസും മനോരമയുമായിട്ട് കലഹം ഉണ്ടാക്കിയപ്പോൾ ടോംസിനെ അനുകൂലിച്ചുള്ള ലേഖനങ്ങളൊന്നും ഒരൊറ്റ പത്രവും കൊടുക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. കാരണം ഇത് ധാരണയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.